ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിലായ സാഗറിന്റെ നില അല്പം സീരിയസ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. ആന്റിയമ്മയും സുജാതയും ഒക്കെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ മാനസ് ഈ ഒരു അവസരത്തിലും കൺമണി എങ്ങനെ കുറ്റം പറയാം എന്നാണ് നോക്കുന്നത്. കൺമണി കാരണമാണ് സാഗർ ഈ അവസ്ഥയിലായത് എന്നുള്ള രീതിയിലേക്കാണ് മാനസയുടെ സംസാരം. സുജാതയ്ക്കാണെങ്കിൽ സാഗറിനെ അകത്ത് പോയൊന്ന് കാണണമെന്നുണ്ട്. ICUയിലേക്ക് കൊണ്ടുപോയിട്ട് ഏതാണ്ട് അരമണിക്കൂറോളമായി. ഇനി എനിക്ക് ഇത് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല, ഞാൻ പോയി കാണുകയാണെന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുന്നതും ഹേമ ഇതേ സമയം സുജാതയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്താ സുജാത ഇത്, കൊച്ചുകുട്ടികളെ പോലെ, അവിടെ ഡോക്ടർമാരൊക്കെ ഇല്ലേ, പരിശോധനയൊക്കെ നടക്കട്ടെ, അതുമല്ല അത് ICU ആണ്, ചുമ്മാ അങ്ങനെ കയറി പോകാനൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞ് സുജാതയെ അടക്കി നിർത്തുമ്പോഴായിരിക്കും ഡോക്ടർ ICUയിൽ നിന്നും വന്നിട്ട് ECGയിൽ ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ടെന്നും ടെസ്റ്റിന്റെ എല്ലാം റിസൾട്ട് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ വരും, അതനുസരിച്ച് മാത്രമേ ആൻജിയോഗ്രാം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ എന്നിങ്ങനെ അറിയിക്കുകയാണ്. സുജാതയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒന്നുകൂടെ പേടിയാവുന്നുണ്ട്. സാഗറിന് ഒരു കുഴപ്പമുണ്ടാവല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് സുജാത. ആന്റിയമ്മ സുജാതയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവനല്ലേ അനിയൻകുട്ടൻ, അവനൊന്നും സംഭവിക്കില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, സ്ട്രെസ്സാണ് ഇതിന് പിന്നിലെ കാരണം. മാനസയാണെങ്കിലും ഇതിൽ പിടിച്ച് കയറുന്നുണ്ട്. ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ടാണെന്ന് വിചാരിക്കരുത്, അവള് കാരണം അങ്കിള് മാത്രമല്ല ഒരുപാട് പേര് സ്ട്രെസ്സില. ആന്റിയമ്മ, അമ്മ, ഞാൻ, ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ. നോക്കിക്കോ ആന്റി, ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് ആശുപത്രിയിൽ കയറും. അവളുടെ ആവശ്യം അത് തന്നെയാ. അവളുടെ തടസ്സങ്ങൾ നീങ്ങി കിട്ടിയാലല്ലേ അവള് മനസ്സിൽ കാണുന്ന പോലെയൊക്കെ നടക്കൂ. തുടർന്ന് ആന്റിയമ്മയും സുജാതയോട് പറയാണ്, ദേ സുജു, സാഗർ ആശുപത്രി വരുന്നതിന് മുമ്പേ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കണം. സാഗർ ഒന്ന് സുഖമായി വന്നിട്ട് പോരെയെന്ന് സുജാത ചോദിക്കുന്നുണ്ടെങ്കിലും അത് പോരെന്നും മാനസ പറയുന്നത് പോലെ കൺമണി കാരണം ഇനി ഓരോരുത്തർക്കും അറ്റാക്ക് വരും. അതിനു മുമ്പ് അവൾക്കെതിരെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം. സുജാതയ്ക്കാണെങ്കിലും കൺമണിയോട് അടങ്ങാത്ത ദേഷ്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ സുജാതയും പറയും, ഞാൻ പറഞ്ഞല്ലോ അവൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ സാഗറിന് എന്തെങ്കിലും സംഭവിച്ചാലേ അവളെ കൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറയിപ്പിക്കും. ഇതെല്ലാം കേട്ട് മാനസ സന്തോഷിച്ച് നിൽക്കുകയാണ്. എല്ലാവരും കൺമണിയെ വെറുത്തെന്നോർത്തിട്ടാണ് ആ ഒരു സന്തോഷം. ആന്റിയമ്മയ്ക്കാണെങ്കിലും ഇത് തന്നെയാണ് ആവശ്യം. സുജാതയോട് പറയുന്നുണ്ട്, നീ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം സുജാതെ. അപ്പൊ സുജാത പറയുന്നുണ്ട്, എനിക്കെന്നും ഈ സ്റ്റാൻഡ് തന്നെയാ. കൃഷിന്റെ ഭാര്യ മാനസയാ, അതിലിനി വേറൊരു ചിന്തയുമില്ല. ഇതേസമയം ഹേമ ചോദിക്കുന്നുണ്ട്, കൃഷിനെ വിവരങ്ങളൊക്കെ അറിയിക്കണ്ടേ നമുക്കെന്ന്. എന്നാൽ തൽക്കാലം അത് വേണ്ടെന്നും സാഗറിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്നുമാണ് സുജാത തീരുമാനിക്കുന്നത്. അവൻ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കൈവിട്ടു പോകാതെ ഞാൻ നോക്കുമെന്നും സുജാത പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ദേവജിയുടെ കോള് വരുന്നത് സുജാതയ്ക്ക്. സാഗറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നും മഹിപാലയം ഇപ്പൊ അങ്ങോട്ട് എത്തുമെന്നും പറയുന്നുണ്ട് ദേവജി. അത് പിന്നെ ദേവജി ടെസ്റ്റ് റിപ്പോർട്ട് വന്നിട്ട് ആൻജിയോഗ്രാം വേണോ വേണ്ടോ എന്ന് പറയാനാണ് ഡോക്ടർ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. ദേവജി ആണെങ്കിൽ അത് കേട്ടിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, സുജാത പേടിക്കാതെ നിൽക്ക്, ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, സമാധാനമായിട്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. ഏതായാലും ഭാഗ്യശ്രീ ദേവ്ജിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേവ് സാർ ആശുപത്രിയിലാണെങ്കിലും ഫുൾ പ്രൊട്ടക്ഷൻ വേണം, അത്രയും വലിയ ക്രിമിനലാണ് എൻ്റെ അമ്മ. അമ്മ എപ്പോ എവിടെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരാളെ അപകടപ്പെടുത്താൻ എൻ്റെ അമ്മ തീരുമാനിച്ചാൽ ഏത് രീതിയിലാണെങ്കിലും അമ്മ അത് ചെയ്തിരിക്കും. എന്നാൽ ദേവ്ജി അറിയിക്കുന്നുണ്ട്, അവിടെ ഇപ്പൊ സാഗർ സേഫാണ്. 1 മണിക്കൂറും കൂടെ കഴിയുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട് വരുമെന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. അതോടൊപ്പം ഭാഗ്യശ്രീയുടെ അമ്മയ്ക്കെതിരെ നിയമ നടപടി എന്തായാലും വേണമെന്നും ദേവ്ജി അറിയിക്കുമ്പോൾ ഭാഗ്യശ്രീ അറിയിക്കുന്നുണ്ട് ദേവ്ജിയെ, ഞാൻ DYSP ഓഫീസ് വഴി ഒരു പരാതി അറിയിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അമ്മയ്ക്കെതിരെ ശക്തമായ നടപടി ഇന്ന് തന്നെ ഉണ്ടാവുമെന്നും ഭാഗ്യശ്രീ പറയുന്നത് കേട്ടിട്ട് ദേവ്ജിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നന്നായെന്ന് പറയുന്നുണ്ട്. ശേഷം ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട് ദേവ്ജിയോട്, ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന്. ദേവ്ജി അതിന് പെർമിഷൻ കൊടുക്കുന്നു. അതോടൊപ്പം പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട് എന്നിങ്ങനെ. അതിനുശേഷം കൺമണി ഭാഗ്യശ്രീയെ വിളിക്കും. കൺമണിയോട് ഭാഗ്യശ്രീ, താനിപ്പോ അലിഗയിലാണെന്നും ഞാൻ കൺമണിയെ കുറെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇപ്പൊ ഒക്കെ ദേവ് സാറിനോട് ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ലാലി ആന്റിയും ഉണ്ട്. പിന്നെ ഒരു കാര്യം, സാഗർ സാർ ആശുപത്രിയിലാണെങ്കിലും നമ്മൾ വേണ്ട സുരക്ഷ കൊടുക്കണം. ദേവ് സാർ എല്ലാം നോക്കുന്നുണ്ട്, മാത്രമല്ല കൃഷിനെ ഇപ്പൊ വിവരങ്ങളൊന്നും അറിയിക്കേണ്ടെന്നെല്ലാം ഭാഗ്യശ്രീ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഭാഗ്യശ്രീയോട് കൺമണി പറയും, കൃഷ് സാറും ഞാനും ഇപ്പൊ അങ്ങോട്ട് തിരികെയാണ്, ഒക്കെ ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം, ഞാനും നേരെ ആശുപത്രിയിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക എന്നിങ്ങനെ. അങ്ങനെ കൺമണിയും കൃഷും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവരുടെ ബാഗും പെട്ടിയും ഒക്കെ കാറിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ശേഷം യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ട് കേണലിന്റെ അടുത്തേക്ക് പോകും. കൃഷ്ണനോട് കേണല് ഒട്ടും ടെൻഷൻ ആവണ്ടെന്നും നിന്റെ അച്ഛൻ നിന്നെ വിഷമിപ്പിക്കില്ലെന്നും അതുപോലെ കൺമണിയും ഡൗൺ ആവണ്ട, വീട്ടിൽ കയറി താമസിക്കുന്നില്ലേ ആ തല തിരിഞ്ഞവൻ,
അവനെ കൺമണി തന്നെ വേണം ആട്ടി പുറത്താക്കാൻ. കൺമണി അതിന് തലയാട്ടുന്നുണ്ട്. അപ്പോൾ കൃഷ് കേണലിനോട് പറയും, കേണൽ സർ 1-2 ദിവസം കൂടെ ഇവിടെ താമസിച്ച് ഫാക്ടറി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രമീകരിച്ചതിന് ശേഷം തിരിച്ചു പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ വീട്, ഈ നാട്, കേണൽ സർ, ഷീല ചേച്ചി, മധുചേട്ടൻ, അങ്ങനെ എല്ലാവരും ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരായിട്ടാണ് മനസ്സിൽ കയറിയത്. വന്ന ദിവസം കേണൽ സാർ എന്ന വ്യക്തി ഒരു അജ്ഞാത മനുഷ്യനായിരുന്നെങ്കിലും 2-ാം ദിവസമാണ് കേണൽ സാറിനെ കാണുന്നത്. ഡ്രാക്കുള തന്നെയാണെന്ന് ഉറപ്പിച്ചു. പക്ഷെ ഇപ്പോ ഞങ്ങളെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളായി. കൺമണിയും പറയുന്നുണ്ട്, ഞങ്ങളുടെ 2 പേരുടെയും പ്രശ്നങ്ങളും ദുഃഖങ്ങളും കേണൽ സാർ മനസ്സിലാക്കി ഓരോരുത്തരുടെയും പാളിച്ചകൾ കണ്ടറിഞ്ഞ് തിരുത്താൻ പഠിപ്പിച്ചു. ആദ്യ ദിവസം സാറിനെ തൊഴിലാളികളോട് ദയവില്ലാത്ത, മനസ്സലിവില്ലാത്ത ഒരു മുതലാളിയായിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പോ തൊഴിലാളികൾക്ക് മനസ്സിലായി ഇതുപോലൊരു ബോസിനെ ലോകത്ത് എവിടെയും കിട്ടില്ല എന്ന്. അന്ന് ഇങ്ങോട്ട് വന്ന ദിവസം വഴി തടഞ്ഞ തൊഴിലാളികളെ ഞാൻ തല്ലാൻ വരെ നിന്നു. പക്ഷെ ഇന്നിപ്പോ ഞാൻ അവർക്ക് രാജാവാ. അവരെ കൊല്ലാൻ ചെന്ന എന്നെ അവര് രാജാവാക്കിയത് കേണൽ സാറാണ്. ഞാൻ കിങ് ആണെങ്കിൽ സാറ് കിങ് മേക്കറാ എന്നൊക്കെ ഇമോഷണൽ ആയിക്കൊണ്ട് കൃഷും കേണലിനോട് പറയുകയാണ്. കേണലാണെങ്കിൽ ഇതെല്ലാം കേട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. മാത്രമല്ല കൺമണിക്കായിട്ട് ഒരു സമ്മാനവും കേണൽ കൊടുക്കുകയാണ്. പിന്നീട് കൺമണിയാണെങ്കിൽ ഷീലയ്ക്ക് ഒരു സ്നേഹത്തോടെ കുറച്ച് പൈസയൊക്കെ കൊടുക്കുമ്പോൾ ഷീല പറയുന്നുണ്ട് തനിക്ക് വേണ്ടെന്നൊക്കെ. പക്ഷെ കൺമണി നിർബന്ധിച്ച് അത് ഷീലയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. കേണലും ഷീലയോട് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഷീല അത് ചെയ്യുന്നു. ഷീലയ്ക്ക് ശരിക്കും കരച്ചിൽ വരുന്നുണ്ട്. അപ്പൊ കൺമണി പറയും, ചേച്ചിക്ക് ഒരു സാരി വാങ്ങി തരണമെന്നായിരുന്നു എനിക്ക് മോഹം. പക്ഷെ പെട്ടെന്നുള്ള യാത്രയല്ലേ, ഞങ്ങൾ ഇങ്ങോട്ട് വീണ്ടും വരുമെന്നും കൺമണി അറിയിക്കുന്നുണ്ട്. കേണൽ കൃഷ്ണനോട് പ്രത്യേകം പറയുന്നുണ്ട്, കൃഷ്, ഒരു കാര്യം നിനക്ക് ഓർമ്മ വേണം. നീ ഇപ്പൊ രാജാവാ. ഒരുപാട് ഗുണങ്ങൾ വേണം രാജാവിന്. യുദ്ധം ചെയ്താൽ മാത്രം പോരാ, യുദ്ധം ഒഴിവാക്കലും രാജതന്ത്രമാണ്. ക്ഷമ, സഹനം, കരുണ ഒക്കെ രാജഗുണങ്ങളാ. അതൊക്കെ ഓർമ്മ വേണം. എല്ലാം എനിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് തന്നെയാണ് കൃഷപ്പ പറയുന്നത്. അങ്ങനെ കേണലിനോടും ഷീലയോടും ഒക്കെ യാത്ര പറഞ്ഞ് കൃഷും കൺമണി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. കേണലിനും ഷീലയ്ക്കും ഒക്കെ നല്ല സങ്കടമുണ്ട് അവർ പോകുന്നതിൽ. പക്ഷെ എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ സന്തോഷത്തോടെ തന്നെയാണ് അവരെ പറഞ്ഞു വിടുന്നത്. സുജാതയാണെങ്കിൽ ഇവിടെ ഐസിയുവിന് മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആന്റിയമ്മയും മാനസയൊക്കെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ട്. മാനസ ചോദിക്കുന്നുണ്ട്, ആന്റിക്ക് കുടിക്കാൻ വല്ലതും വേണോ, ആന്റിക്ക് റെസ്റ്റ് എടുക്കാൻ നമുക്ക് ഇവിടെ റൂം എടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് സുജാത. ശേഷം മാനസയുടെ നെഞ്ചിലേക്ക് വീഴുന്നുണ്ട്. മാനസയാണെങ്കിലും സ്നേഹമൊക്കെ അഭിനയിച്ചുകൊണ്ട് സുജാതയ്ക്ക് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഞാനിങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴേ കൃഷിന്റെ കാര്യത്തിലും എന്നോടൊപ്പം ചേർന്ന് നിന്നോളണം, അല്ലെങ്കിൽ എന്റെ തനിനിറം കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ്. ശേഷം സുജാതയോട് ചോദിച്ചറിയുന്നുണ്ട്, ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ. കുഴപ്പമില്ലെന്നും, പക്ഷെ ആലോചിക്കുമ്പോൾ കൂടുതൽ സങ്കടം വരുമെന്നെല്ലാം സുജാത പറയുന്നത് കേട്ടിട്ട് ആന്റി അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, അതെ, ചേർത്ത് പിടിക്കാൻ മാനസ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ സുജാത പതറുന്നത്, എന്തിനാ ടെൻഷൻ ആവുന്നത്? തന്നെ മാക്സിമം പൊക്കിയടിക്കുന്നുണ്ട് ആന്റിയമ്മ എന്ന് അറിയുമ്പോൾ മാനസ ആന്റിയമ്മയെ നന്ദിയോടെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതേ സമയത്താണ് മഹി അങ്ങോട്ട് വരുന്നത്. സാഗർ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ആന്റിയമ്മയോടൊക്കെ തിരക്കുമ്പോൾ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ വരാനുണ്ട് എന്നാണ് ആന്റിയമ്മ മറുപടി കൊടുക്കുന്നത്. തുടർന്ന് മഹി ചോദിക്കുകയാണ്, സാറിന് ഇപ്പൊ അകത്ത് കയറി കാണാൻ പറ്റുമെന്ന്. എന്നാൽ അതൊന്നും പറ്റില്ലെന്നും ഞങ്ങൾ ഇതുവരെ കയറി കണ്ടിട്ടില്ലെന്നും മാനസ മഹിയോട് ദേഷ്യത്തോടെ പറയുകയാണ്. സുജാത ചോദിക്കുന്നുണ്ട് മഹിയോട്, കൃഷ്ണനോട് കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ലല്ലോ എന്ന്. മഹിയാണെങ്കിൽ താൻ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് എല്ലാവരും അന്തം വിടുന്നുണ്ട്. അയ്യോ, അവൻ ആകെ പേടിച്ച് കാണുമല്ലോ എന്നൊക്കെ സുജാത പറയുമ്പോൾ അതൊന്നും ഇല്ലെന്നും ഞാൻ അവനോട് പറഞ്ഞത് ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല കൃഷി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നും മഹി അറിയിക്കുകയാണ് സുജാതയെ. സുജാതയ്ക്ക് അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ മാനസ ചോദിക്കുന്നത് കൺമണിയും വരുമോന്നാണ്. കൃഷി വരുമ്പോഴേ കൺമണിയും കൂടെ ഉണ്ടാവുമെന്ന്. ആ ചോദ്യം കേട്ട് മഹിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും അറിയില്ലെന്ന് മറുപടി കൊടുക്കും. അപ്പോ മാനസ വന്നിട്ട് പറയണം മഹിയോട്, എന്തിനാ മഹി വെറുതെ ഒരു ഷോ? കൃഷിന്റെ എല്ലാ കാര്യങ്ങളും മഹിക്ക് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൃഷിന്റെ കൂടെ കൺമണി ഉണ്ടാവും ആന്റിയമ്മ, എനിക്ക് ഉറപ്പാ. ആർക്കെങ്കിലും ബെറ്റ് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബെറ്റ് വെച്ചോ. ഞാൻ പറയുന്നു കൃഷിന്റെ ഒപ്പം കൺമണിയും കാണുമെന്ന്. മാനസ ഇതും പറഞ്ഞ് സീനാക്കുന്നത് കാണുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലിലെ, അതുകൊണ്ട് മിണ്ടാതിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആന്റിയമ്മ. ശേഷം മഹി ചോദിക്കുന്നുണ്ട്, സാഗർ സാറിന് എങ്ങനെയാണ് ഈ ചെസ്റ്റ് പെയിൻ വന്നതെന്ന്, സാർ എന്തെങ്കിലും എക്സസൈസോ മറ്റോ ചെയ്തിരുന്നോ? എന്നാൽ അതൊന്നും ഇല്ലെന്നും. ലാപ്ടോപ്പിൽ മെയിൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ശങ്കർ മോഹന്റെ പ്രോജക്ട് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു സാഗർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുജാത മഹിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹിയും പറയുന്നുണ്ട്, ആ ഡിസൈൻ കണ്ടതിന് ശേഷം സാഗർ സാർ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. ദേവ് സാർ എന്നോട് പറഞ്ഞിരുന്നു കൺമണിയെ കുറിച്ച് സാഗർ സാർ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു എന്നൊക്കെ. എന്നാൽ കൺമണിയെ കുറിച്ച് മഹി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ മാനസക്ക് ഇറിറ്റേഷൻ ആണ് തോന്നുന്നത്. മാനസ മഹിയോട് നിർത്താൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൺമണിയുടെ മഹത്വമൊന്നും താൻ ഇവിടെ വിളമ്പണ്ട, ഇത് ആശുപത്രിയാ,
ചെയർമാൻ ചെസ്റ്റ് പെയിൻ വന്ന് കിടക്കുമ്പോഴാ ഒരു കൺമണി. അങ്കിളിന് ചെസ്റ്റ് പെയിൻ വരാൻ തന്നെ കാരണം ആ കൺമണിയാ. എവിടെയും കൺമണിയുടെ പേര് തള്ളിക്കയറ്റാനുള്ള മത്സരമാ എന്നൊക്കെ അരീശം മുത്ത് പറയുമ്പോ മഹി ആണെങ്കിൽ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് ഓർത്തുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോകുന്നുണ്ട്. എന്നാൽ മഹി അങ്ങനെ വിടാൻ ഭാവിക്കുന്നില്ല. മാനസ മഹിയുടെ പിന്നാലെ ചെന്നിട്ട്, മഹിപാൽ ഞാനിപ്പോ സസ്പെൻഷനിലായിരിക്കും, പക്ഷെ പദവി അനുസരിച്ച് മഹിപാൽ എന്റെ അണ്ടറില്. മാനസ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മഹിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പറയാൻ പറയുന്നുണ്ട്. അപ്പൊ മാനസ പറയാണ്, അവളെ അധികകാലം അവിടെ വാഴിക്കാന്ന് ആരും അങ്ങനെ കരുതണ്ട. ഇത് കേൾക്കുന്നതും മഹി ചോദിക്കുന്നുണ്ട്, മാനസ അല്ലേ എന്നോട് കുറച്ചു മുമ്പ് പറഞ്ഞത് ഇത് ആശുപത്രിയാണ്, ഇവിടെ കൺമണിയുടെ കാര്യമൊന്നും പറയരുതെന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തിനാ കൺമണിയുടെ കാര്യം വീണ്ടും പറഞ്ഞെന്ന് ചോദിക്കുമ്പോ, ശരി എന്നാ ഞാൻ കൺമണിയുടെ കാര്യം പറയുന്നില്ല, കൃഷിന്റെ കാര്യം പറയാലോ എന്ന് തിരിച്ചു പറയുന്ന മാനസയോട്, കൃഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ കൺമണിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ മാഡം. മഹിയുടെ ആ വർത്തമാനം മാനസയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. അല്ല മഹി എന്താ ഉദ്ദേശിച്ചത് അതാദ്യം പറ. ശേഷം പറയുന്നുണ്ട്, ദേ മഹി ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ഞാനൊരു മണ്ടിയാടെന്ന് ആരും വിചാരിക്കണ്ട. മാനസയുടെ വർത്താനമൊക്കെ കേട്ട് മഹിക്കും ദേഷ്യമാവുന്നുണ്ട്. മാനസയോട് പറയും, മാനസ മണ്ടിയാണെന്ന് ഇവിടെ ആരും കരുതിയിട്ടില്ല, അതുപോലെ മറ്റുള്ളവരും മണ്ടന്മാരല്ലാന്ന് കരുതിക്കൊള്ളണം. ഇങ്ങനെയും പറഞ്ഞ് മഹി പോകുന്നുണ്ട്. മാനസ ചമ്മി നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഷൺമുഖദാസ് സന്തോഷത്തോടെ വന്നിട്ട് സുമിത്രയും ബാലുവിനെ അറിയിക്കുകയാണ് സാഗർ വീണു എന്നുള്ള കാര്യം. അലിഗ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സാഗർ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലാണുള്ളത്. വീട്ടുകാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അന്വേഷിച്ചപ്പോ വീട്ടിൽ എന്തൊക്കെയോ പുകച്ചിലോ പൊട്ടിത്തെറിയോ ഒക്കെ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞെന്നും കൂടെ വക്കീലിങ്ങനെ അറിയിക്കുന്നതും ഇതൊക്കെ കേട്ട് സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ് സുമിത്രയും ബാലഗോപാലും. തുടർന്ന് അവർ സാഗറിന്റെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വക്കീൽ പറഞ്ഞു കൊടുക്കുകയാണ് സാഗറിന്റെ മകൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. സുമിത്രയ്ക്ക് അപ്പം മനസ്സിലാവുന്നുണ്ട് അത് കൺമണി ആയിരിക്കുമെന്ന്. കൺമണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വക്കീലപ്പോ സുമിത്രയോട് ചോദിക്കും കൺമണിയെ അറിയോന്ന്. അപ്പൊ സുമിത്ര പറയും, പിന്നെ അറിയാതെ അവളെ മറക്കാനോ, അവളും ഉണ്ട് ലിസ്റ്റില്. ഞങ്ങളുടെ കമ്പനിയിലേക്ക് അവളെ മാറ്റി അലിഗയെ തകർക്കാനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. അവളെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ സകല അടവുകളും പറ്റി, പക്ഷെ അവള് വീണില്ല. പിന്നെ അവളെ കൊടുക്കാൻ അവളുടെ സഹോദരൻ മനോജിനെ കമ്പനിയിലേക്ക് എടുത്തു, അതും വലിയ പ്രതിഫലം കൊടുത്തിട്ട്. അതും ചേറ്റിപ്പോയി. കൃഷ്ണനെ തകർക്കാൻ വേണ്ടി 1-2 ശ്രമങ്ങൾ നടത്തിയപ്പോൾ ഈ കൺമണിയാണ് കൃഷ്ണനെ രക്ഷിച്ചത്. ഓ അപ്പൊ ഈ കൃഷ്ണന് വേണ്ടിയായിരുന്നു അവൾ അലിഗ വിട്ട് വരാതിരുന്നത്. ഇപ്പൊ അവളുടെ പേരില് കുടുംബത്തില് സംഘർഷം അല്ലെ. അങ്ങനെ സാഗർ ആശുപത്രിയിലുമായി. അത് കൊള്ളാം എന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട്. ബാലു ഇതേ സമയം ചോദിക്കുന്നുണ്ട് സാഗറിന് സീരിയസ് ആണോന്ന്, രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടോ എന്ന്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും തനിക്ക് വ്യക്തമായിട്ട് അറിവില്ലെന്നും ആശുപത്രിയിൽ എന്റെ ഒരാളുണ്ട്, അയാള് കാര്യങ്ങളൊക്കെ അറിയിക്കും എന്നും മറുപടി കൊടുക്കുകയാണ് വക്കീൽ. അതിനുശേഷം സുമിത്ര പറയും, വക്കീലെ ഇത് നമുക്കായിട്ട് വന്ന അവസരമാണെങ്കിലോ, നമ്മൾ സാഗറിനെ തട്ടാൻ തീരുമാനിച്ചു, ഇതിനിടയ്ക്ക് അയാൾക്ക് അറ്റാക്കും വന്നു. ഒന്നുകിൽ അറ്റാക്കിൽ അയാൾ തീർന്നു, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്ന് നമ്മൾ അയാളെ അറ്റാക്ക് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ആ ഐഡിയ? കൊള്ളാമെന്ന് പറഞ്ഞ് സുമിത്ര അഭിനന്ദിക്കുകയാണ് ബാലുവും വക്കീലും ഒക്കെ കൂടിയിട്ട്. ഒരു മരണത്തിന് ഏറ്റവും യോജിച്ച സ്ഥലം ആശുപത്രിയാണെന്നും അവിടെ വെച്ച് തട്ടുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്നും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാമെന്നും വക്കീലപ്പ പറയുന്നുണ്ട്. ജയിലില് ബലരാമനെ കാണാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയും, എന്തായെന്നോ, ഞാൻ മനോഹരമായിട്ട് അഭിനയിച്ചു, കരഞ്ഞു, വൈകാരികമായി സംസാരിച്ചു, കാല് പിടിച്ചു, അവനോട് ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ അവന്റെ പ്രതികരണം, അവൻ അധികമൊന്നും എന്നോട് മിണ്ടിയില്ല, വെറുതെ എന്നെ നോക്കി നിന്നതേ ഉള്ളൂ, പിന്നെ ഒന്നും മിണ്ടാതെ പോവുകയും ചെയ്തു. ഇത്രയും കേൾക്കുന്നതും വക്കീല് പറയാണ്, അപ്പോ അടവുകളൊന്നും ഏറ്റില്ല അല്ലേ എന്ന്. എന്നാൽ സുമിത്ര പറയും, അല്ല ഏറ്റു. അതുകൊണ്ടാണ് അവന്റെ വാക്കുകൾ പുറത്തു വരാതിരുന്നത്, സംസാരിക്കാൻ സാധിക്കാതിരുന്നത്. അവൻ സെല്ലിൽ ചെന്ന് ഇരുന്നിട്ടെങ്കിലും എന്നെക്കുറിച്ച് ആലോചിക്കും. ഞാൻ പറഞ്ഞ ഓരോ വാക്കും അവന്റെ ഹൃദയത്തിൽ തൊടും. അവൻ നമുക്ക് അനുകൂലമാകും. ഇതേ സമയം മറ്റൊരു ചോദ്യം ബാലു ചോദിക്കുകയാണ്, ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സാഗർ മരിച്ചാലോ, അതായത് അറ്റാക്ക് എങ്ങാനും വന്നിട്ട്? എന്നാൽ സുമിത്ര ബാലുവിനോട് പറയും, ഏയ് അങ്ങനെ അവൻ വെറുതെ അങ്ങ് മരിച്ചു പോയാല് നമുക്കതിൽ എന്താ ത്രില്ലുള്ളത്? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ സമയത്ത് മാത്രമേ അയാൾ മരിക്കാവൂ. സാഗറിനെ നമ്മൾ തന്നെ തീർക്കണം. അങ്ങനെയും പറഞ്ഞ് പ്രതികാരത്തോടെ നിൽക്കുന്നുണ്ട് സുമിത്ര. കൃഷ്ണൻ കൺമണിയാണെങ്കിൽ കാവില് പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. കൃഷ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് പറയും, ദേവി എന്റെ അച്ഛൻ ഒരു ദോഷവും വരുത്തരുത്, ആ ദോഷമൊക്കെ എനിക്ക് തന്നോ, ഞാൻ സ്വീകരിച്ചോളാം. ദേവിയെ തൊഴുതു നിൽക്കുന്ന ഈ കൈ കൊണ്ട് ഞാൻ അറിയാതെ അച്ഛന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ വാക്കുകൾക്ക് അന്ന് അതേ നാണയത്തിൽ ഞാൻ മറുപടിയും പറഞ്ഞു. അതിന്റെയൊക്കെ പ്രയാസത്തിലാണോ അച്ഛനിപ്പോൾ ക്ഷീണം വന്നത്? അങ്ങനെയാണെങ്കിലേ ഞാനാണ് തെറ്റുകാരൻ, ശിക്ഷിക്കേണ്ടത് എന്നെയാ. എന്റെ അച്ഛൻ ആരെയും മനഃപൂർവ്വം ദ്രോഹിച്ചിട്ടില്ല, ആരും വീണ് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. സാഗർ എന്ന പേര് മാറ്റി വെച്ചിട്ട് എനിക്കൊരു ജീവിതമില്ല. ഞാൻ കൃഷ് അല്ല, കൃഷ് സാഗറ. അങ്ങനെ പറയുന്നതാണ് എനിക്കിഷ്ടം. അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെയാ ഞാൻ നടക്കുന്നത്.
അറിയാതെ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അച്ഛനെ വിഷമിപ്പിക്കേണ്ടി വന്നു. ഞാൻ ദേവിയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് കൃഷ് വൈകാരികമായിട്ട് നിൽക്കുന്നുണ്ട്. കൺമണിയും ഈ ദൈവത്തിനെ തൊഴുതു നിന്നുകൊണ്ട് പറയാണ്, ദേവി, സാഗർ സാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു വലിയ സ്ഥാപനമുണ്ട്. സാഗർ സാറിന് ക്ഷീണം സംഭവിച്ചാൽ അവരൊക്കെയാണ് വീണു പോകുന്നത്. അതുകൊണ്ട് സാഗർ സാറിന് ഒരു ദോഷവും വരുത്തരുതെന്ന് പറഞ്ഞ് കൺമണി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.